ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതുമാണ് മദ്യരഹിത പ്രദേശമായി നമ്മുടെ പ്രദേശം, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വളർന്നു വരണമെന്നുള്ളത്. കാരണം എല്ലാ മതത്തിലും എല്ലാ മനുഷ്യരിലും ഈ മദ്യം ഉപയോഗിക്കൽ എന്തു തന്നെയാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധവും ആ നിശബ്ദം വളരെ അനിവാര്യമായി വേണ്ടതുമാണെന്ന് എല്ലാ വിഭാഗങ്ങളും എല്ലാ കാലത്തും പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് മക്കയിലും പരിസരത്തുമെല്ലാം വലിയ ആളുകൾ, ചെറിയ ആളുകൾ വ്യത്യാസമില്ലാതെ മദ്യം ഉപയോഗിച്ച് വരുന്നവരായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വലിയ ഒരു ഹോട്ടൽ മദ്യം വിൽക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് പ്രവാചകരുടെ കൽപ്പന പ്രകാരം മദ്യ നിരോധം പ്രഖ്യാപിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനം. ആ സമയത്ത് ഈ കച്ചവടക്കാരൻ ഉടൻ തന്നെ എല്ലാ പാത്രങ്ങളും എടുത്തു കൊണ്ടുപോയി മദീനയിലെ ഓരാലിലേക്ക് അദ്ദേഹം തയ്യാർ ചെയ്ത മുഴുവൻ കള്ളുകളും ഒഴിച്ചു കളയുകയും ഇസ്ലാമിൻ്റെ നിയമം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ ഇവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ ചെറുപ്പക്കാർ ഈ ലഹരിക്ക് അടിമകളായി വരുന്നതിനെ തടയുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. അതിന് മുമ്പോട്ട് വന്ന ഗവൺമെൻറ്റിനെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയും ഞാൻ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഉണ്ട്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഇതിന് ഞങ്ങൾ ചെയ്തു തരുമെന്നു. ഞങ്ങൾ മുമ്പിലുണ്ടാകുമെന്ന് പറയാത്തത് ഗവൺമെൻറ് മുന്നിലുള്ളതുകൊണ്ട് നമ്മൾ മുമ്പിൽ എന്ന് പറയുന്നില്ല. ഞങ്ങളതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അഥവാ പ്രവൃത്തി ഞങ്ങൾ മുമ്പിൽ തന്നെ ഇറങ്ങി നിങ്ങളെ സഹായിക്കും. ലോകത്തെ സഹായിക്കലാണ് ഇത്, ഒരു പാർട്ടിയെ സഹായിക്കലല്ല. ഈ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളെയും കാത്ത് രക്ഷിക്കുന്നതാണ് ഈ പ്രവർത്തനമെന്ന് ഒരിക്കലും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. തൂഫാൻ എന്ന പേര് തന്നെ ജനങ്ങളുടെ ഇടയിൽ അക്രമങ്ങൾ കഴിച്ചുവിടുന്ന ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ സൃഷ്ടാവ് ഇറക്കിയ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൻ്റെ പേരാണ് അവിടെ തൂഫാൻ എന്ന് പറയുന്നത്. അതോടുകൂടി എല്ലാ ശത്രുക്കളും അതപ്പറ്റി പോവുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മാത്രം ജീവിക്കുകയും ചെയ്ത ചരിത്രം ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിച്ചതിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അവരെ ഞാൻ പ്രത്യേകമായും ഗവൺമെൻറ്റിനെ പൊതുവായും അഭിനന്ദിക്കുന്നു. ഇത് തീർച്ചയായും നമ്മൾ വിജയിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. അതൊക്കെ ഞങ്ങളുടെ സംഘടനകളും ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു തീരുമാനമുണ്ടാക്കും. പള്ളിയിൽ പറയൽ മാത്രമാണോ വേണ്ടത്, അല്ല പൊതു സ്റ്റേജിൽ പറയണമോ, എന്തൊക്കെയാണ് വേണ്ടത്? ഞങ്ങളുടെ സംഘടന സെറ്റപ്പ് അങ്ങനെയാണ്. എല്ലാം വിളിച്ചു കൂട്ടി അത് ആലോചിച്ച് അതിൻ്റെ മാർഗങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് നടത്തും. അതാണ് പിന്നീട് സംസാരിക്കും. ഇതിപ്പോൾ നമ്മളിവിടെ MP ശ്രീ MK രാഘവൻ, സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി, DCC പ്രസിഡന്റും MLA പ്രവീൺ കുമാർ, ശ്രീ ജയന്ത് MLA, ശ്രീ N സുബ്രഹ്മണ്യം, രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യം തുടങ്ങിയവരെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ ഫൈസി ഉണ്ട്, അതോടൊപ്പം തന്നെ ഹക്കിം ഉസ്താദുണ്ട്. എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അല്ല, അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ പരിശോധിക്കും. അതിൻ്റെ പേരിൽ നമുക്ക് കേരളം മുഴുവൻ തൂഫാൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സാർ, ഒറ്റപ്പെട്ട സംഭവമാണ്, അത് പരിശോധിക്കും. എന്താ
മലയാളമല്ലാത്ത ഭാഷയിൽ ഇതിന്റെ കാര്യം നമ്മൾ ഇപ്പം ഇവിടെ റിക്വസ്റ്റ് വന്നത് മലയാളമല്ലാത്ത ഭാഷയിൽ, കാരണം അതിഥി തൊഴിലാളികൾ കൂടി പലരും ഇതിൽ പങ്കാളിയാണ് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മറ്റ് ഭാഷ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഇതിൻ്റെ പ്രചരണം ഞങ്ങൾ നടത്തും. हिंदी भाषा में भी इसका पूरा अनाउंसमेंट हम लोग करेगा, उनको भी अवगत करने के लिए एक प्रोग्राम हम लोग बनाएंगे और प्रदेश के अंदर इसका व्यापक प्रचार भी करेगा. हमारी बहुत मदरसा स्कूल वगैरह है कलकत्ता और पंजाब वगैरह जगह में तो बहुत है, उधर पढ़ने वाला भी है, औरत भी है, मर्द भी है. सबको ये अखबार हम पहुंचाएगा, हम उधर भी काम करेगा. थैंक यू, शुक्रिया अदा करता हूँ. ബാക്കി പിന്നെ മറ്റു കാര്യങ്ങൾ പിന്നെ ഇത് വേറൊരു ഫംഗ്ഷൻ. മാത്രമാണ് അതേ പറയാനുള്ളത്.